ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു ആണെങ്കിൽ തൻ്റെ എല്ലാ പൈസയും സ്വർണങ്ങളും ഒക്കെ തന്നെ മനോഹറിന് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ മനോഹറിന് ആ ഒരു ലോക്കറിന്റെ താക്കോൽ എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മനുവേട്ടൻ ചെന്ന് തുറന്ന് അതിലെല്ലാ സ്വർണങ്ങളും എടുത്ത് വിറ്റ് മനുവേട്ടന്റെ പേരിൽ ബാങ്കിൽ ഇട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ മനോഹറിന് വലിയ സന്തോഷമാകുന്നുണ്ട്. മനോഹർ ചോദിക്കുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ അത് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ജോയിന്റ് അക്കൗണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ കിട്ടും മനുവേട്ടനൊക്കെ എടുത്തോ, ഇനിയിപ്പോൾ എന്തിനാ ഇവിടെ വെച്ചിട്ട് കാര്യം, നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവല്ലേ, പിന്നെ ഇപ്പം ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ എന്ന് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് മനോഹർ ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെയുള്ള നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. അപ്പൊ ആ സമയത്ത് ഇല്ല, അവരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അച്ഛൻ ഇവിടെ വീട്ടിലില്ല, പിന്നെ അമ്മയാണെങ്കിൽ അതെന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എങ്കിലും മോൾ അമ്മയെ ഇത്രയും നാളും കണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല മനുവേട്ടൻ, അതൊന്നും ചിന്തിക്കണ്ട, അവരൊന്നും ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ അതൊന്നും അനുസരിക്കൊന്നുമില്ല, മനുവേട്ടൻ ഇതൊക്കെ കൊണ്ടുപോയി എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ മനുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ നമ്മുടെ ശാരി ഒരു സത്യം തിരിച്ചറിയുകയാണ്. ശാരി എന്നിട്ട് മനോഹറിന്റെ സരയുടെ ഒക്കെ മുന്നിൽ വെച്ച് തന്നെ മനോഹറിനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണൊക്കെ എടുത്തുകൊണ്ടുപോയി വിറ്റ് നീ തൊലച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ സരയുടെ ദേഷ്യം വരുന്നത്. സരയൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്, എൻ്റെ സ്വർണ്ണങ്ങൾ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ മനുവേട്ടന് നൽകിയതാണ്, ഇങ്ങനെയൊക്കെ എന്തിനാ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. മോള് ഇതൊക്കെ ഒരു ദിവസം ഇതൊക്കെ ചെയ്തതൊക്കെ തെറ്റായിപ്പോയെന്ന് മോൾക്ക് തോന്നരുത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് തോന്നില്ല, നിങ്ങൾക്ക് അസൂയാണ്, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയാണ്, നിങ്ങളെ ഭർത്താവ് ഇപ്പം നിങ്ങളെ സ്നേഹിക്കുന്നില്ലല്ലോ അതുകൊണ്ടുള്ള അസൂയാണ്, മനുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരനെ അങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശാരിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ രാഹുലിനെ അറിയിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ വീട് വിട്ടു മാറി നിന്നോ, നിങ്ങൾ എന്തൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അവിടെ അങ്ങനെയൊക്കെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ നടക്കുമ്പോൾ ഇവിടെ മോളുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവനാണെങ്കിൽ ആ സ്വർണങ്ങളും പണവും ഒക്കെ അവന്റെ കൈക്കലാക്കി കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന രാഹുൽ ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ രാഹുൽ പറയുന്നുണ്ട്, അവനങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എന്തായാലും അവനെ നേരിട്ട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തായാലും നമ്മുടെ മോളോട് സത്യങ്ങൾ വിളിച്ചു പറയും, അതായത് നിന്റെ മകളല്ല എന്നുള്ള സത്യം അവളോട് വിളിച്ചു പറയും, പിന്നെ അവനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുമ്പോൾ മോൾക്ക് അതൊരു ഷോക്കായി മാറും, അതുകൊണ്ട് ഞാൻ അതെന്താ വേണ്ട വിധം ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് രാഹുൽ ശാരിയോട് പറയുന്നുണ്ട്. അങ്ങനെ ശാരിയും സമാധാനത്തോടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രാഹുലാണെങ്കിൽ ആ ഗുണ്ടയെ കൊണ്ട് തന്നെ നമ്മുടെ മുരുകൻ എന്ന് പറയുന്ന ഗുണ്ടയെ കൊണ്ട് തന്നെ മനോഹറിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട്. അങ്ങനെ തല്ലിച്ചതച്ച് ആകെ അവശ നിലയിലേക്ക് വീട്ടിലേക്ക് കയറി വരുന്ന മനോഹറിനെ കണ്ട് സരയു വാ പൊത്തി നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.